ഇത്രയും സപ്പോർട്ട് തന്നതിൽ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഓ, അതെനിക്കും അറിയില്ല. ഇനിയിപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റീസൺ? ആ പിന്നെ ഞാൻ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. അവർക്ക് എന്തോ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് എന്തോ സ്ട്രൈക്ക് കിട്ടിയതാണ്. കുട്ടികളെ ഒരു വീഡിയോസ് ഇട്ടു. കുട്ടികളെ വീഡിയോസ് ഇട്ടപ്പം യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് സ്ട്രൈക്ക് കിട്ടി. അത് എത്രയോ 90 ദിവസത്തേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ എത്രയോ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർ പറയുന്നത് പിന്നെ കുട്ടികളുടെ വീഡിയോ ഇട്ടത് കൊണ്ടാണെന്ന്. അപ്പോൾ കുട്ടികളുടെ വീഡിയോ എന്ന് പറയുന്നത് മറ്റേ കുട്ടികളെ കാണിച്ചപ്പം എന്താ ഷർട്ട് ഇട്ടില്ല എന്ന് തോന്നുന്നു കുട്ടികൾ. അതാണെന്ന് തോന്നുന്നു എന്ന് അവർ പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞൊരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞപ്പോൾ അവരെന്നെ കൂട്ടാക്കിയിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, എടാ എനിക്ക് കമൻ്റ് ഇടാൻ പറ്റില്ല, കാരണം 60 ദിവസത്തേക്കോ 90 ദിവസത്തേക്കായിട്ടാണ് എനിക്ക് സ്ട്രൈക്കാണ്. ഒരു ചാനലിലും എനിക്ക് കമൻ്റ് ഇടാൻ, ഷോർട്സിൽ എനിക്ക് കമൻ്റ് ഇടാൻ പറ്റില്ല. അപ്പം കുട്ടികളുടെ അവർ കുഞ്ഞുമായിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പം അതിൽ ഉടുപ്പില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ താഴോട്ടുണ്ട് കേട്ടോ, പക്ഷേ മുകളിൽ കുഞ്ഞ് ഡ്രസ്സായിരുന്നു. പിന്നെ അങ്ങനെയാണെന്ന് അവർ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്ന് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറയാം. ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടു, അതൊന്ന് നിങ്ങളൊരു ഷെയർ ചെയ്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടിയതാണോ എന്നുള്ളത് ഒന്നും ആരോടെങ്കിലും ഈ ടെക് ചാനലുകാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും. ഇങ്ങനെയൊരു കാര്യം, ഇത് സത്യമായിട്ടോ, ഇത് ഞാൻ കേട്ടു. അവർക്ക് പിന്നെ ഇങ്ങനെയൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞത് ഇത് തന്നെയാണ്. പിന്നെ അതാണെന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞു അവർ. അല്ല, അവരത് പിന്നെ 1K ആവാത്ത ചാനലാണ്. എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്ന 1K ആവാത്ത ചാനൽ, അവരാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. പൂക്കാലം പോയോ? ഓക്കെ, അപ്പം ഞാൻ പോയിക്കോട്ടെ. പൂക്കാലം പറയാണ്, എൻ്റെ ഹസ്സിൻ്റെ ഫോണിൽ നിന്ന് കഴിയുന്നില്ല, ഹസ്സിന് ചാനലില്ല, ഹസ്സിൻ്റെ ഫോണിൽ നിന്നും ഇടാൻ പറ്റുന്നില്ലേ? അപ്പോൾ നിങ്ങളുടെ അതെനിക്കറിയില്ല കേട്ടോ. എനിക്കും ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, കാരണം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞു വരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊരു കാര്യം അതെൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞറിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും. ടെക് ചാനലുകാരൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ചിലപ്പോൾ അവർ വീഡിയോസൊക്കെ ചെയ്ത് കാണും അതിനെ പറ്റിയിട്ട്. കഴിയുന്നില്ല, ഹസ്സിന് ചാനലില്ല, അതെന്താ അറിയില്ല. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം നമുക്ക് ഇത്രയും സപ്പോർട്ട് തന്നതിൽ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ പോയിക്കോട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഒരു ബായ് പറഞ്ഞാൽ, നിങ്ങൾ ബായ് പറഞ്ഞാൽ എനിക്കും പോവായിരുന്നു. ഞാൻ ചുമ്മാ ഇരിക്കണ്ടല്ലോ.